ഇത് നോക്കാൻ കാരണം വേറെ ഒന്നുമില്ല, നമ്മൾ ഇങ്ങോട്ട് എത്തുമ്പോൾ തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ വർത്താനം പറയാൻ പറ്റുന്നില്ല കേട്ടോ. ഇതുണ്ടോ കൈയൊക്കെ ഇപ്പം ഈ നട്ടുച്ചയ്ക്ക് 12 മണി ആയിട്ടുണ്ട്. ഈ സമയത്ത് ഇങ്ങനെയാണുള്ളത്, കാരണം മഴയൊന്നുമില്ല. അപ്പം ഞാൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ തീർത്തും അൺഎക്സ്പെക്റ്റഡായി സംഭവിച്ചൊരു കാര്യമാണ് കേട്ടോ. കാരണം ഞങ്ങൾ മൂന്നാർ ഓണത്തിൻ്റെ സമയത്ത് ഓണത്തിൻ്റെ വെക്കേഷന് പോകാമെന്നുള്ളൊരു ഇതിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ വിചാരിക്കാതെ നടന്നു. കാരണം ഞാൻ നോർമലായിട്ട് അച്ചുകൊണ്ട് അംഗനവാടി വിടുന്ന പോലെ 10:30 ആയപ്പം കണ്ണനെ വിളിച്ചു. കണ്ണൻ അംഗനവാടി പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പകുതി എത്തിയപ്പോൾ കണ്ണൻ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മൂന്നാർ പോയാലോ. അപ്പോൾ എനിക്കും തോന്നി എന്നാൽ പോവാം, മഴയൊക്കെ അല്ലേ, എന്തായാലും കോട കിട്ടും, നല്ല സുഖമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും മഴ ആയതുകൊണ്ട് ചെറിയൊരു 2 മനസ്സായിരുന്നു. കാരണം മഴയത്ത് പെട്ട് പോവോ, മണ്ണിടിയൊക്കെ ചെയ്യുമോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമോ എന്നൊക്കെ പേടിയുണ്ടായിരുന്നു. പിന്നെ എന്തായാലും വിചാരിച്ചു ഈ സമയത്ത് കിട്ടുന്ന വൈബ് പിന്നെ പോയാൽ കിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഓണത്തിൻ്റെ സമയത്ത് പോയിട്ട് ഞങ്ങൾക്ക് കോടയൊന്നും കിട്ടിയില്ല. കോട ചെറുതായിട്ട് കിട്ടി, പക്ഷെ എന്നാലും അത്രയ്ക്ക് തണുപ്പുണ്ടായിരുന്നു. എന്നാലും ആ കോട അത്രയ്ക്ക് അങ്ങ് കിട്ടിയില്ല. അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ. അപ്പം കോട കാണുന്നല്ലോ നമ്മൾ മൂന്നാർ പോയാലും, അതാണല്ലോ അതിൻ്റെ ഒരു ഇത്. അങ്ങനെ നമ്മൾ പിന്നെ 1 മണിക്കായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. 1 മണിക്ക് ഇറങ്ങി നമ്മൾ മൂവാറ്റുപുഴ എത്തുമ്പോഴത്തേക്ക് 10 മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇവിടെ മഴയില്ലെങ്കിലും പോകുന്ന വഴിക്ക് മഴയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ മെല്ലെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ അവിടെ പോയി റൂം എടുത്ത് നിന്ന് രാവിലെ മൂവാറ്റുപുഴയിൽ നിന്ന് പോകാമെന്നുള്ള ഇതിലായിരുന്നു കേട്ടോ. അതാകുമ്പോൾ നമുക്ക് രാത്രി അങ്ങനെ കുട്ടീനെ വെച്ച് വെറുതെ റിസ്ക് എടുത്ത് ചുരത്തിൽ കൂടെ പോകണ്ടല്ലേ. വലിയ വണ്ടി പോകുന്ന പോലെ അല്ലല്ലോ ബൈക്ക് പോകുന്നത്. കാരണം ആനയൊക്കെയുള്ള ചുരമാണ്. പിന്നെ അതുമല്ല മണ്ണിടിച്ചിലോ ഒക്കെ ഉണ്ടായിട്ട് റോഡ് പണിയൊക്കെ നടക്കുന്ന സമയമായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ രാവിലെ തന്നെ ഇറങ്ങി. നമ്മൾ പിന്നെ എനിക്ക് ഈ നേര്യമംഗലം പാലം കഴിയുന്നവരെ മനസ്സിൽ ഇതാണ് എന്താ എത്താത്തേ എന്നുള്ള ഫീലാണ് കേട്ടോ. നമുക്ക് ഈ പോകുന്ന വഴിക്ക് തന്നെ കാലാവസ്ഥ ഉണ്ടോ, നമ്മുടെ ഞങ്ങൾ അവിടെ നിന്ന സ്ഥലത്ത് രാവിലെ മഴയില്ലെങ്കിലും അങ്ങ് ദൂരേക്ക് നോക്കുമ്പോൾ നമുക്ക് മഴക്കാറും കോടയൊക്കെ കാണുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് മൂന്നാർ പോയിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ ഇടുക്കിയിലൊക്കെ പോകുന്നവർക്കൊക്കെ അറിയായിരിക്കും. ഇതുവരെ പോവാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. ആ നേര്യമംഗലം പാലം കഴിയുമ്പോൾ കിട്ടുന്ന ഫീൽ ഉണ്ടല്ലോ, അതൊരു വല്ലാത്ത സംഭവമാണ്. എനിക്കിഷ്ടമാണ് കേട്ടോ. ആ ഒരു പാലം കഴിയുമ്പോൾ തന്നെ മനസ്സിൽ നമ്മളിപ്പോൾ ഇവിടെ എത്തും, ഇനിയിപ്പോൾ വാളറ വാട്ടർഫോൾസ് എത്തും, ചീയപ്പാറ എത്തും, പിന്നെ നമ്മൾ മൂന്നാറത്ത് അങ്ങനത്തെ ഒരു അടിമാലി എത്തും, മൂന്നാറത്ത് അങ്ങനത്തെ ഒരു ഫീലാണ് കേട്ടോ എനിക്ക്. ശരിക്കും പറഞ്ഞിട്ട് അങ്ങനെ പോയതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു ഇഷ്ടമാണ്. ചിലപ്പം ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കാം. എല്ലാവർക്കും ഒരേ മൈൻഡ് ആയിരിക്കില്ലല്ലോ. അപ്പോൾ നമുക്ക് ഈ നേര്യമംഗലം പാലം കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ എന്ത് ചെയ്തു, ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് നിർത്തി. പിന്നെ എന്തായാലും നമുക്ക് പിന്നെ നിർത്തേണ്ട ആവശ്യമില്ല. കാരണം പിന്നെ നമുക്ക് വാട്ടർഫാൾസ് 2 കാണാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പിന്നെ പെട്ടെന്ന് മൂന്നാർ എത്തുമല്ലോ, അങ്ങനെ വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഫുഡ് കഴിക്കാൻ നിർത്തി. അവിടുന്ന് ഫുഡ് കഴിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അച്ചിട്ട് ഓടത്ത് ഹായ് പറ. നമുക്ക് നേര്യമംഗലം ടു മൂന്നാർ 60 കിലോമീറ്ററിനകത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ ദൂരം. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ നേര്യമംഗലത്ത് നിന്ന് ഒരു 11 കിലോമീറ്റർ എത്തുമ്പോൾ നമുക്കൊരു വാട്ടർഫോൾസ് കിട്ടും. അതാണ് ഈ ചീയപ്പാറ വാട്ടർഫോൾസ്. നല്ല അടിപൊളിയായിട്ട് നല്ല ഹൈറ്റിൽ നിന്ന് വരുന്നൊരു വാട്ടർഫോൾസാണ് കേട്ടോ. കാണാൻ നല്ല അടിപൊളിയാണ്. ഇതിൻ്റെ മഴക്കാലത്തെ വീഡിയോസൊക്കെ നിങ്ങളും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. അതിങ്ങനെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല കേട്ടോ. പിന്നെ അവിടുന്ന് നമ്മൾ തൊട്ടടുത്ത് 1 കിലോമീറ്റർ മാറി, ഒരു 1.5 കിലോമീറ്റർ അല്ലെങ്കിൽ 1 കിലോമീറ്റർ അത്ര മാറി കഴിയുമ്പോൾ നമുക്ക് അടുത്ത വാട്ടർഫോൾസ് കാണാൻ പറ്റുമായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ആ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. ഒരു വാളറ വാട്ടർഫോൾസ് എന്ന് പറയുന്നൊരു വാട്ടർഫോൾസും കൂടെ അവിടെ ഉണ്ട് കേട്ടോ. പോയിട്ടുള്ളവർക്ക് അറിയായിരിക്കും. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുന്തോറും ഫുള്ളായിട്ട് റോഡ് പണി നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം സൈഡൊക്കെ മണ്ണിടിഞ്ഞിടിഞ്ഞാണ് കിടക്കുന്നത്. അത് ഇനിയും ഇടിയാതിരിക്കാനായിരിക്കും അവർ റോഡ് പണി നടക്കുന്നുണ്ടായിരുന്നു. പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ ഈ എൻ്റെ കണ്ണും കൊണ്ട് കാണുന്നതും ഫോണിൽ കാണുന്നതും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട് കേട്ടോ. പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പോകുന്ന വഴിക്ക് ഇഷ്ടംപോലെ ചെറിയ വാട്ടർഫോൾസുകൾ വേറെയുണ്ട്. ഫുള്ളായിട്ട് വെള്ളം തന്നെയുള്ളൂ. ചെറിയ അരുവികളും വാട്ടർഫോൾസും തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ കേട്ടോ. ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് തന്നെ
സത്യം പറഞ്ഞാലേ എവിടെ പോയാലും കിട്ടാത്തൊരു ഫീല് മൂന്നാർ പോകുമ്പോൾ കിട്ടാറുണ്ട് കേട്ടോ. അതെന്താണെന്ന് എനിക്കറിയില്ല. മൂന്നാർ ഇടുക്കി മൊത്തമായിട്ട് വാഗമണ്ണായാലും ശരി മൂന്നാറായാലും ശരി അതൊരു വേറൊരു ഫീലാണ് കേട്ടോ. ഇപ്പം നമ്മൾ പൊന്മുടി പോയി അവിടെ വേറൊരു രസം. പക്ഷെ മൂന്നാർ എന്ന് പറയുമ്പം അത് വേറെ തന്നെ ഒരു വൈബാണ് കേട്ടോ. ഒന്ന് വെതർ നോക്കിയപ്പം വെതർ നോക്കാൻ കാരണം വേറെ ഒന്നുമില്ല, നമ്മൾ ഇങ്ങോട്ട് എത്തുമ്പോൾ തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ വർത്താനം പറയാൻ പറ്റുന്നില്ല കേട്ടോ. ഇതുണ്ടോ കൈയൊക്കെ ഇപ്പം ഈ നട്ടുച്ചയ്ക്ക് 12 മണി ആയിട്ടുണ്ട്. ഈ സമയത്ത് ഇങ്ങനെയാണുള്ളത്, കാരണം മഴയൊന്നുമില്ല. അപ്പം ഞാൻ വെതർ നോക്കിയപ്പം 22 ഡിഗ്രിയാണ് കാണിക്കുന്നത്. അപ്പം ഞാൻ വെറുതെ ഞങ്ങൾ നിൽക്കുന്ന തിരുവനന്തപുരത്തുള്ള സ്ഥലത്ത് നോക്കിയപ്പോൾ അവിടെ 30 ഡിഗ്രി ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അത്ര വ്യത്യാസം ഇവിടെ ഉണ്ട്. അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് സെറ്റായിരിക്കും. അങ്ങനെ നമ്മൾ രാവിലെ ഒരു 9 മണി ആയപ്പം 8-9 മണി ആയപ്പോൾ ഇറങ്ങി ചായയൊക്കെ കുടിച്ച് മെല്ലെ വന്ന് ഒരു 12 മണിയായപ്പോഴത്തേക്ക് നമ്മൾ റൂം എടുത്ത് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് പോലും നമുക്ക് തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ല ആ നട്ടുച്ച സമയത്ത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിലാണ് ഞാൻ ഇവിടുത്തെ ബാക്കി കാഴ്ചകളൊക്കെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഒരു ദിവസം ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളൂ, പിന്നത്തെ ദിവസം ഞാൻ എവിടെയാണ് പോയെന്നൊക്കെയുള്ളത് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഉറപ്പായി ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.